ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 28. ആയുധാനാമഹം ആയുധാനാം അഹം വജ്രം ധേനൂനാം അസ്മി കാമധുക് പ്രജനഃ ച അസ്മി പ്രജനശ്ചാസ്മി കന്ദർപ്പഃ സർപ്പാണാം അസ്മി സർപ്പാണാമസ്മി വാസുകി. ആയുധങ്ങളിൽ വെച്ച് വജ്രായുധമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നു. ആ വജ്രം അഹം ഞാനാകുന്നു. ധേനൂനാം പശുക്കളിൽ വച്ച് ശ്രേഷ്ഠയായിട്ടുള്ള കാമധുക് ഏതഭീഷ്ടത്തെയും സാധിപ്പിച്ചു തരുന്ന കാമധേനു അസ്മി അഹം അസ്മി ഞാനാകുന്നു. പ്രജനഃ ഇവിടെ സന്താനങ്ങളെ ജനിപ്പിക്കാൻ മനുഷ്യരുടെ ഉള്ളിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ കാമം ആവശ്യമാണ്. ആ കാമത്തെ ജനിപ്പിക്കുന്ന ദേവൻ കന്ദർപ്പഃ കന്ദർപ്പൻ ഞാനാകുന്നു. ച അസ്മി സർപ്പാണാം വാസുകിഹി അസ്മി സർപ്പങ്ങളിൽ ഞാൻ വാസുകിയാകുന്നു. ഇന്ദ്രന്റെ ആയുധമാണ് വജ്രം. വൃത്രാസുരനെ വധിക്കാനായിട്ടാണ് പ്രത്യേകമായി പണിയിപ്പിച്ചെടുത്ത ആയുധമാണ് വജ്രം. ഇത് ദധീചി എന്ന മഹർഷിയുടെ നട്ടെല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഈ ഒരു കഥ ഭാഗവതത്തിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ആയുധങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ആയുധം എന്ന് പ്രസിദ്ധിയാർജിച്ച ആ വജ്രായുധവും ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ കണ്ണിൽ ജീവൻ ഉള്ളത് ഇല്ലാത്തത് ഇങ്ങനെ നമ്മളായിട്ട് വേർതിരിച്ചു വെച്ചവയിൽ പലതും ഭഗവാനാണ് എന്ന് പറയുകയാണ്. അതായത് ഒരു മനുഷ്യ ജന്മത്തിൽ വന്നവർ മാത്രമല്ല, അല്ലാതെയുള്ള ആയുധങ്ങൾ ഇങ്ങനെയൊക്കെ അത് ഞാൻ തന്നെയാണ്. ഇതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത്, മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ, ഞാൻ അല്ലാതെ ഈ ലോകത്തിൽ മറ്റൊന്നും ഇല്ല. ഇനി സ്വർഗത്തിലെ പശുവാണ് കാമധേനു. ആ കാമധേനു പാലാഴി മഥനത്തിൽ ഉയർന്നു വന്ന ഒരു പശുവാണ്. ഏത് അഭീഷ്ടത്തെയും സാധിപ്പിക്കുന്ന ഈ കാമധേനുവിനെ മഹർഷിമാർക്കായിട്ടാണ് മഹാവിഷ്ണു കൊടുത്തത്. എന്നാൽ സ്ഥിരമായിട്ട് സ്ഥിതി ചെയ്യുന്നത് ദേവലോകത്താണ്. എന്നാൽ ഏത് മഹർഷി മനസ്സിൽ ആഗ്രഹിക്കുമ്പോഴും കാമധേനു അവിടെ എത്തും. പറയുന്നത് എന്തും വിഭവസമൃദ്ധമായ സദ്യയാണെങ്കിൽ അങ്ങനെ. ഇനി അതല്ല, ആയുധധാരികളായ സൈന്യത്തെ വേണമെങ്കിൽ അതും കൊടുക്കുന്നവളാണ് കാമധേനു. ഇങ്ങനെ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ള ആ പശുവായിട്ടുള്ള കാമധേനുവും ഭഗവാൻ പറയുന്നു ഞാനാകുന്നു. ഇനി ജീവികളിൽ സന്താനോൽപത്തിക്കായിട്ട് ഏത് ജീവികളിലും കാമം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അവിടെ സന്താന ഉത്പത്തിക്കായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. ആ ആഗ്രഹത്തെ ഉണ്ടാക്കുന്ന ദേവൻ, കാമത്തിൻ്റെ ദേവൻ കാമദേവൻ, ആ ദേവനും ഭഗവാൻ പറയുന്നു ഞാൻ തന്നെയാണ്. കാരണം ഇവിടെ സൃഷ്ടി നടത്തേണ്ടതും ഭഗവാന്റെ ആവശ്യമാണ്. മായയിൽ പെട്ടിരിക്കുന്നിടത്തോളം നമുക്ക് സൃഷ്ടിയുണ്ട്, സ്ഥിതിയുണ്ട്, സംഹാരമുണ്ട്. കശ്യപ മഹർഷിക്ക് കദ്രു എന്ന ഭാര്യയിൽ ജനിച്ച പുത്രന്മാരാണ് പാമ്പുകൾ. ഈ പാമ്പുകൾ തന്നെ ആകൃതി ഭേദമനുസരിച്ചാണ് അതിനെ സർപ്പമെന്നും നാഗമെന്നും വിളിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതിൽ സർപ്പങ്ങളുടെ രാജാവാണ് വാസുകി. പാലാഴി മഥനത്തിൽ മന്ദരപർവ്വതത്തിന് കയറായി വർത്തിച്ചതും വാസുകിയാണ്. ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വജ്രം, കാമധുക്, കന്ദർപ്പൻ, വാസുകി ഇവയൊക്കെ തന്നെ ഞാൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ആയുധാനാമ
ധനുസ്സാഹം വജ്രം ധേനൂനാമസ്മി കാമധോ പ്രജനശ്ചാസ്മി കന്ദർപ്പ സർപ്പാണാമസ്മി വാസുകി. ശ്ലോകം 29. അനന്തഃ ച അസ്മി അനന്തശ്ചാസ്മി നാഗാനാം വരുണഃ വരുണോ യാദസാം അഹം യാദസാമഹം പിതॄണാം അര്യമാ പിതॄണാം അര്യമാ ച അസ്മി യമഃ സംയമതാമഹം. തൊട്ടുമുമ്പുള്ള ശ്ലോകത്തിൽ സർപ്പങ്ങളുടെ രാജാവായ വാസുകി ഭഗവാനാണെന്ന് പറഞ്ഞു. ഇവിടെ നാഗങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള അനന്തൻ ആദിശേഷൻ ച അസ്മി, അതും ഞാൻ തന്നെയാകുന്നു. യാദസാം എന്നാൽ ജലജീവികളിൽ, ജലജീവികളുടെ അധിപൻ ആണ് വരുണൻ. അതുകൊണ്ട് വരുണഃ അഹം, വരുണൻ ഞാനാകുന്നു. പിതൃണാം പിതൃലോകത്തിൻ്റെ അധിപന്മാരിൽ അര്യമ അര്യമാവ് എന്നു പേരുള്ള ദേവൻ ഞാനാകുന്നു. സംയമതാം ഈ പ്രപഞ്ച ഘടകങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നവരിൽ പ്രമുഖനായിട്ടുള്ള യമഃ ച കാലസ്വരൂപനായിട്ടുള്ള യമൻ, അതും ഞാൻ തന്നെയാകുന്നു. നാഗങ്ങളുടെ രാജാവാണ് അനന്തൻ. മഹാവിഷ്ണുവിൻ്റെ ശയ്യയാണ്. 1000 തലയുള്ളവനാണ്. ഭൂമിയെ താങ്ങി നിർത്തിയിരിക്കുന്നതും അനന്തനാണ് എന്നാണ് പറയുന്നത്. ആ അനന്തനും ഭഗവാൻ തന്നെയാണ്. ജലത്തിൻ്റെ അധിഷ്ഠാന ദേവത, അതുപോലെ സമുദ്രങ്ങളുടെ എല്ലാം അധിപതി, ഈ രീതിയിലാണ് വരുണനെ കാണുന്നത്. ആ വരുണദേവനും ഭഗവാൻ തന്നെ എന്ന് പറയുന്നു. പിതൃക്കളുടെ രാജാവാണ് അര്യമാവ്. ആ അര്യമാവും ഭഗവാൻ തന്നെയാണ്. ഇനി തെക്കേ ദിക്കിൻ്റെ അധിപതിയായിട്ടുള്ള യമൻ, ആ യമൻ ഈ ലോകത്തിൻ്റെ ഒരു നിലനിൽപ്പിന് പ്രമുഖമായ സ്ഥാനം, ആ ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ആളാണ്. കാരണം കൃത്യമായ സംഹാരവും നടക്കണം. സൃഷ്ടിയോടൊപ്പം തന്നെ അതിനാനുപാതികമായിട്ടുള്ള സംഹാരവും നടക്കുമ്പോഴേ ഈ ലോകത്തിനൊരു സന്തുലിതാവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ അതിന് നേതൃത്വം കൊടുക്കുന്ന യമദേവനും ഭഗവാൻ തന്നെയാണ് എന്ന് പറയുന്നു. അനന്തശ്ചാസ്മി നാഗാനാം വരുണോ യാദസാമഹം പിതॄണാമര്യമാ ചാസ്മി യമഃ സംയമതാമഹം. ശ്ലോകം 30. പ്രഹ്ലാദഃ ച അസ്മി പ്രഹ്ലാദശ്ച അസ്മി ദൈത്യാനാം കാലഃ കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രഃ അഹം മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ദൈത്യാനാം അസുരവംശത്തിൽ ജനിച്ചെങ്കിലും ഭക്തോത്തമനായിട്ടുള്ള പ്രഹ്ലാദഃ ച അസ്മി, ആ പ്രഹ്ലാദനായിട്ടിരുന്നതും ഞാൻ തന്നെയാണ്. കലയതാം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ഈ ലോകത്തിൻ്റെ ആ ഒരു സൃഷ്ടിക്രമങ്ങളെയും സ്ഥിതിയെയും എല്ലാറ്റിനെയും കണക്കെടുപ്പ് നടത്തി അതിൻ്റെ ഒരു കൃത്യതയിൽ ചെയ്യുന്ന കാലം, ആ കാലവും ഞാൻ തന്നെയാണ്. മൃഗാണാം മൃഗങ്ങളുടെ രാജാവായിട്ടുള്ള മൃഗേന്ദ്രഃ സിംഹം, അത് ഞാനാണ്. പക്ഷിണാം പക്ഷികളുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ള വൈനതേയഃ വിനതയുടെ മകൻ ഗരുഡൻ, അതും ഞാൻ തന്നെയാണ്. അസുരന്മാരിൽ പ്രഹ്ലാദൻ, അതും ഭഗവാൻ തന്നെയായിരുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തിലും തളരാതെ എങ്ങനെ ഒരു ഉത്തമ ഭക്തനായി ജീവിക്കാം എന്ന്
ഈ ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ പ്രഹ്ലാദനായിട്ട് വന്നതും ഭഗവാൻ തന്നെ. ഈ ലോകത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കുന്നത് കാലമാണ്. ആ കാലസ്വരൂപനായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. മൃഗങ്ങളുടെ രാജാവാണ് സിംഹം. ആ സിംഹം, മൃഗങ്ങളിൽ രാജാവായിട്ടിരിക്കുന്ന സിംഹവും ഭഗവാൻ തന്നെ. മുൻപ് പറഞ്ഞു നരാണാം നരാധിപഃ, ഞാൻ നരന്മാരിൽ രാജാവാണ്. ഇവിടെ പറയുന്നു മൃഗങ്ങളുടെ രാജാവും ഭഗവാൻ തന്നെ. കശ്യപ പ്രജാപതിക്ക് കദ്രുവിൽ ജനിച്ചത് സർപ്പങ്ങളാണെങ്കിൽ മറ്റൊരു ഭാര്യയായ വിനതയിൽ ജനിച്ച മകനാണ് ഗരുഡൻ. കദ്രുവും മക്കളും വിനതയെ ദാസിയാക്കി വച്ചിരിക്കുകയായിരുന്നു. തൻ്റെ അമ്മയുടെ ആ ദാസ്യവൃത്തിയെ ഇല്ലാതാക്കാൻ ദേവലോകത്ത് ചെന്ന് അമൃത് കൊണ്ടുവന്ന് തൻ്റെ അമ്മയുടെ ദാസ്യവൃത്തി ഇല്ലാതാക്കിയ ശ്രേഷ്ഠനായ മകനും കൂടെയാണ് ഗരുഡൻ. അങ്ങനെ എന്തുകൊണ്ടും ശ്രേഷ്ഠനാണ്, ഭഗവാന്റെ വാഹനമാണ്. ആ വാഹനം താൻ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. പ്രഹ്ലാദശ്ചാസ്മി ദൈത്യാനാം കാലഃ കലയതാമഹം മൃഗാണാം ച മൃഗേന്ദ്രോഹം വൈനതേയശ്ച പക്ഷിണാം. ശ്ലോകം 31. പവനഃ പവതാം അസ്മി രാമഃ ശസ്ത്രഭൃതാമഹം ഝഷാണാം മകരഃ ച അസ്മി മകരശ്ചാസ്മി സ്രോതസാം അസ്മി ജാഹ്നവി. പവതാം, ശുദ്ധമാക്കുന്ന, ലോകത്തെ ശുദ്ധീകരിച്ച് സദാ സഞ്ചരിക്കുന്നവയിൽ പവനഃ, കാറ്റ്, അസ്മി, ഞാനാകുന്നു. ശസ്ത്രഭൃതാം, ശസ്ത്രം ആയുധം, ആയുധം ധരിച്ചവരിൽ രാമഃ, ശ്രീരാമചന്ദ്രൻ, അഹം, ഞാനാകുന്നു. ഝഷാണാം, മത്സ്യങ്ങളിൽ മകരഃ ച അസ്മി, മകരമത്സ്യം ഞാനാകുന്നു. സ്രോതസാം, നദികളിൽ ജാഹ്നവി, ഗംഗ ഞാനാകുന്നു. ഈ ലോകത്തിന് മുഴുവൻ പ്രാണൻ നൽകിയും ശുദ്ധീകരിച്ചും സദാ നിറഞ്ഞു നിൽക്കുന്നതാണ് വായു. ജീവൻ ഉണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെ ഈ പ്രാണവായുവാണ്. വേറെ എന്ത് കുറച്ചു നേരത്തേക്ക് ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം. പക്ഷേ പ്രാണവായു ഒരു നിമിഷം നഷ്ടപ്പെട്ടാൽ തീർന്നു. അത്രയും പ്രധാനമുള്ള ആ വായു, പ്രാണവായുവായിട്ടിരിക്കുന്നതും ഭഗവാൻ തന്നെ. കൃത്യമായ ലക്ഷ്യത്തോടെ അവതരിച്ച് അതെല്ലാം, ആ അവതാര ലക്ഷ്യമെല്ലാം ഭംഗിയാക്കി പൂർത്തീകരിച്ച ശ്രീരാമചന്ദ്രൻ, ആയുധധാരികളിൽ വച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്രനും ഭഗവാൻ തന്നെ. മത്സ്യങ്ങളിൽ വച്ച് വലുതും ഗംഭീരമായ ആകൃതി ഉള്ളതുമാണ് മകരമത്സ്യം. മകരമത്സ്യമാണ് ഭഗവാന്റെ കുണ്ടലമായിട്ട് അലങ്കരിച്ചിരിക്കുന്നത്. ആ മകരമത്സ്യവും ഭഗവാൻ തന്നെ. സൂര്യവംശ രാജാവായിട്ടുള്ള ഭഗീരഥൻ തൻ്റെ പൂർവ പിതാമഹന്മാർക്ക് മോക്ഷം കിട്ടാൻ ദേവലോകത്തിൽ നിന്ന് ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ആ സമയത്ത് പല തടസ്സങ്ങളും ഉണ്ടായി. അതിൽ ഒന്ന്, ജഹ്നു മഹർഷിയുടെ യാഗശാലയെ ആകെ മുക്കാനൊരുങ്ങിയപ്പോൾ ഈ ഗംഗാനദിയുടെ ആ ഒഴുക്കിൽപ്പെട്ട് ആ ആശ്രമം മുഴുവൻ മുങ്ങിപ്പോകുമെന്നായപ്പോൾ കോപിഷ്ഠനായ ജഹ്നു മഹർഷി ആ ഗംഗയെ മുഴുവൻ ഉള്ളം കൈയിലാക്കി പാനം ചെയ്തു. അങ്ങനെ ഭഗീരഥൻ ജഹ്നു മഹർഷിയെ പ്രസാദിപ്പിച്ചപ്പോൾ ജഹ്നു മഹർഷിയുടെ ചെവിയിൽ കൂടെ ഗംഗാനദിയെ പുറത്തേക്കൊഴുക്കി. അങ്ങനെ ജഹ്നു മഹർഷിയിൽ നിന്ന് പുറത്തേക്കൊഴുകിയവൾ എന്ന അർത്ഥത്തിലാണ് ജാഹ്നവി എന്ന് ഗംഗാനദിക്ക് പേര്. ആ നദിയും ഭഗവാൻ തന്നെ.
पवनः पवतामस्मि रामः शस्त्रभृतामहम् झषाणां मकरश्चास्मि स्रोतसामस्मि जाह्नवी. 32ാമത്തെ ശ്ലോകം. സർഗാണാം ആദിഹി അന്തഃ ച സർഗാണാം ആതിരന്തശ്ച മധ്യം ച ഏവ അഹം അർജുന ചൈവ അഹം അർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദഃ പ്രവദതാമഹം. അർജുന, സർഗാണാം ഇവിടെ നടക്കുന്ന സൃഷ്ടി, ആ സൃഷ്ടിയുടെ ആദിഹി അന്തഃ മധ്യം ച തുടക്കവും ഒടുക്കവും അതിൻ്റെ മധ്യഭാഗവും എല്ലാം അഹം ഏവ ഞാൻ തന്നെയാണ്. വിദ്യാനാം പല വിധത്തിലുള്ള അറിവുകൾ, വിദ്യകളിൽ വെച്ച് അധ്യാത്മവിദ്യ എന്നെ അറിയുന്ന വിദ്യ, അധ്യാത്മവിദ്യ അഥവാ അവനവനെ അറിയാനുള്ള വിദ്യ, ആ അധ്യാത്മവിദ്യ ഞാനാകുന്നു. പ്രവദതാം തങ്ങളുടെ പാണ്ഡിത്യത്തെ പ്രദർശിപ്പിക്കാൻ പല വിധത്തിലുള്ള വാദങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. അങ്ങനെ വാദപ്രതിവാദം നടത്താനായിട്ടുള്ള വാദമുഖങ്ങളും ഭഗവാൻ പറയുന്നു അതും ഞാൻ തന്നെയാണ്. ഇവിടെ എല്ലാം ഭഗവാനാണ് എന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാം. ഒരു സൃഷ്ടി നടക്കുമ്പോൾ അതിൻ്റെ തുടക്കവും ഒടുക്കവും മധ്യവും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഇനി ആ പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെ അറിയാത്തിടത്തോളം നമ്മിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ കേൾക്കുമ്പോഴും നമുക്കൊക്കെ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള സംശയങ്ങളുടെ കാരണവും നമുക്ക് ഈ ലോകത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നത് തന്നെയാണ്. ഭഗവാനെ അറിഞ്ഞാൽ അഥവാ അവനവനെ അറിഞ്ഞാൽ എല്ലാം അറിയാം. ആ അറിവാണ് വേദാന്തം അഥവാ ഉപനിഷത്ത് വിദ്യ, അധ്യാത്മവിദ്യ. ആ അധ്യാത്മവിദ്യയും ഭഗവാനാണ്. ഏതൊരു വിദ്യയെ അറിഞ്ഞാൽ ഭഗവാനെ അറിയാൻ സാധിക്കുമോ ആ വിദ്യയും ഭഗവാൻ തന്നെയാണ്. ഇനി വാദപ്രതിവാദം നടത്തുന്ന സമയത്ത് 3 തരത്തിലാണ് വാദം എന്ന് പറയുന്നു. ഒന്ന്, പരസ്പരം സംശയം തീർന്ന് താൻ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ വാദിക്കുക, അതിനെയാണ് വാദം എന്ന് പറയുന്നത്. ഈ ഒരു വാദം ഭഗവാനാണ് എന്നാണ് പറയുന്നത്. ഇനി അതല്ലാതെ തൻ്റെ മതം സ്ഥാപിക്കാൻ പലതും പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അതിനെയാണ് ജൽപ്പം എന്ന് പറയുന്നത്. അതേസമയം താൻ തോൽക്കുമെന്ന് കാണുമ്പോൾ പല കുയുക്തികളിലൂടെ ആ തോൽവിയെ സമ്മതിക്കാതെ ഒരു തരം പിടിവാശിയോടെ നടത്തുന്ന വാദം, അത് വിതണ്ട. അപ്പൊ ഇത് രണ്ടും വാദത്തിനേക്കാളും കുറച്ചുകൂടെ ശ്രേഷ്ഠത കുറഞ്ഞതാണ്. അതുകൊണ്ട് വാദമായിട്ടിരിക്കുന്നത് ഭഗവാനാണ് എന്ന് പറയുന്നു. സർഗാണാമാദിരന്തശ്ച മധ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദ പ്രവദതാമഹം. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു.